അവിടെ എവിടെയായിരുന്നു? ചൂരൽമല തന്നെയായിരുന്നു? അല്ലല്ല, ഞാൻ നെടുമ്പാലാണ് വീട്. ബന്ധുക്കളൊക്കെ എവിടെയായിരുന്നു? ബന്ധുക്കളെല്ലാം ചൂരൽമലയാണ്. എൻ്റെ വൈഫ് ഹൗസും ചൂരൽമലയാണ്. അപ്പോൾ എൻ്റെ വൈഫ് 3 ദിവസമായിട്ട് അവളെ ചേച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ ചേച്ചി വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ നാളെ വരാം, മറ്റന്നാൾ വരാം പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടായി. ആ ചേച്ചി അന്ന് ആ പൊട്ടുന്നതിൻ്റെ രാവിലെ 85 വയസ്സായ ഒരു അമ്മ മാനുവലി കൊണ്ടാക്കിയിട്ട് ചേച്ചി സാധാരണ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ചൂരൽമലയ്ക്ക് പോകല്. ചേച്ചിയുടെ പേര് അജിത എന്നാണ്. 30ഓളം ആളുകൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് പോയി. ആ ചേച്ചി 30ഓളം പോരും. പിന്നെ സുദേവൻ, അതൊക്കെ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. സുദേവനും വൈഫും ഒക്കെ പോയതാണ്. അവിടുന്ന് ഇതാണ് എൻ്റെ 30ഓളം ആളുകൾ പോയ ആളുകൾ. ഒരു കുടുംബത്തിലെ ഇത്രയും എല്ലാവരും കൂടെ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളുകൾ. സദേവനാണിത്. സുദേവൻ, എൻ്റെ ബാലി അജിത, ഇവർ 2 പേരുമാണ് എൻ്റെ ചേച്ചി. ഈ ചേച്ചി അവിടുത്തെ സ്കൂളിൽ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും കാലത്ത് കഠിനാധ്വാനിയാണ് ഈ ചേച്ചി. രാവിലെ 4 മണിക്ക് എണിച്ച് അവിടുത്തെ പിന്നെ പ്രഭാത ഭക്ഷണം അവിടുത്തെ സ്കൂളിൽ ഉണ്ടാക്കി കൊടുത്ത്, അതിനുശേഷം ഒരു അമ്മയുണ്ട്. ഈ അച്ഛനും ഈ ഏട്ടനും ചേച്ചിയും കൂടെ ആ അമ്മയെ എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് അവർ എസ്റ്റേറ്റിൽ പോകുന്ന ഒരാളായിരുന്നു. എന്താവശ്യത്തിനും ഞാൻ എന്താവശ്യത്തിനും ആ ചേച്ചിയാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. 22 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചി മാത്രമാണ് എല്ലാത്തിനും ഉണ്ടായത്. ആ ചേച്ചി നഷ്ടപ്പെട്ടത് എനിക്ക് തീരാ ദുഃഖമാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഫോണില്ല, ചെറിയ ഫോണാണ്. പക്ഷേ ഈ ഫോണിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റില്ല നമ്മളെ ബോഡി കാണിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ 2 പേരെ അതിന് തയ്യാറാക്കി. അവരുടെ അടുത്താണ് ഫോണുള്ളത്, വലിയ ഫോണ്. ആ ഫോണുമാണ് എൻ്റെ സുഹൃത്ത് സൈനു റാമർ എന്നാണ് അവർ പേര്. 2 പേരും കൂടെ അവിടെ ആ ഫോണ് വെച്ചിട്ടാണ് ഞങ്ങൾ 2 ആളും കൂടെ തേറി ഇന്നലെ വരെ ബോഡി തെരഞ്ഞു. ഇന്ന് ഞങ്ങൾ തെരഞ്ഞില്ല, കിട്ടിയില്ല. ഇല്ല, ഇന്നലെ ഞങ്ങൾ പിന്നെ വീട്ടിലൊരു തീരുമാനം എടുത്തു, ഇനി തെരയേണ്ട, ബോഡി നമ്മൾ തിരിച്ചറിയില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി ഇന്നലത്തോടെ. ഇന്നലെ വരെ ആ ക്യാമ്പിൽ എല്ലാ ബോഡിയും കവളപ്പാറന്ന് വരുമ്പോഴും ഇവിടുന്ന് ഒരു ബോഡി വരുമ്പോൾ അവിടെയും ഞാൻ 3 പേരെ നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങളെ നോക്കി പറയണമെന്ന്. അവർ കൃത്യമായി പറയും നിങ്ങളതല്ല അത്. അതിൽ 6 പേരെ 7 പേരോളം കിട്ടി, ബാക്കിയുള്ളവരെ കിട്ടിയില്ല, ഇതുവരെ കിട്ടിയില്ല. നമുക്ക് ഈ മനുഷ്യരുടെ ഒരുപാട് കഥകൾ കേൾക്കുമ്പോഴേ ഇനി എന്ത് ചെയ്താലാണ് ഇനി മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ ഈ നാട്ടുകാർ? വയനാട്ടിൽ പിന്നെ ഈ എല്ലായിടത്തും ഒരു 50% ഭൂമി ഇത്തരം ഭൂമികളാണ്. അപ്പോൾ ഈ ഭൂമികളിൽ നിന്നെല്ലാം ആളുകൾ മാറിപ്പോകുക എന്ന് പറയുന്ന ഒരു പ്രായോഗികമായ കാര്യമല്ല. ഇനിയും ഇത്തരം ഇതൊക്കെ ഈ ഉണ്ടായത് നമുക്കൊരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടായതുപോലെ കാണാൻ കഴിയുള്ളൂ. ഇനി വീണ്ടും ഇത് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. ഇത്രയും സ്ഥലത്തു നിന്ന് ആളുകളെ മാറ്റുക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത് കൊണ്ടുപോയി വയനാട്ടിൽ എവിടെയും താമസിക്കാൻ പറ്റുന്ന ഭൂമി, വയനാട് ഇങ്ങനെ നോക്കിയാൽ വയനാട്ടിൽ ഒരിടവും സുരക്ഷിതമാവും. പഠന റിപ്പോർട്ട് പറയുന്നത് 20% ഭൂമിയെ വയനാട്ടിലുള്ളൂ എന്നാണ് പറയുന്നത്, താമസയോഗ്യമായ ഭൂമി. ബാക്കി 80% താമസിക്കാൻ പറ്റാത്ത ഭൂമി എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ വയനാട്ടിലുള്ള എല്ലാവരും ഇവിടുന്ന് മാറിപ്പോകാൻ പ്രായോഗികമായ കാര്യമല്ല. ഇത് വരാതിരിക്കാൻ എങ്ങനെ സാധ്യതയുണ്ട്? ഈ ചൂരൽമല ഏരിയയിൽ തന്നെ ഒരു പിന്നെ ഇത്തരം സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ മാറ്റി താമസിക്കുമ്പോൾ വലിയൊരു ഷെൽട്ടർ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വരിക. മഴക്കാലങ്ങളിൽ കുറേ സമയത്ത് അവരെ മാറ്റി താമസിപ്പിക്കുക. റിസോർട്ടുകളൊക്കെ ഒരു ജൂൺ മാസം മുതൽ ഒരു സെപ്റ്റംബർ വരെ അടച്ചിടുക. ആ രീതിയിലൊക്കെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ആകെ താറുമാറാവും. ഇപ്പം തന്നെ ഇവർ പുനരധിവസിപ്പിക്കുമ്പോൾ പിന്നെ ഈ അവിടെ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 10 സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കൊടുക്കുക. 15 ഏക്കർ ഭൂമിയുള്ളവന് 10 സെൻറ്റ് സ്ഥലമാണ് കൊടുക്കുക. അവൻ എന്ത് ചെയ്യും? ജീവിക്കാനപ്പെട്ട ചോദ്യമാണ്. അത് മാത്രമല്ല, വേറൊരു വിഷയം, ഏകദേശം 500ഓളം കുടുംബങ്ങളാണ് അവിടുന്ന് അഫക്റ്റഡ് ആയിട്ടുള്ളത്. ഒരു കുടുംബത്തിന് 5 സെൻറ്റ് സ്ഥലം വീതം കൊടുക്കുകയാണെങ്കിൽ 2.5 ഏക്കർ സ്ഥലം വേണം. അതിന് പറ്റിയ സ്ഥലങ്ങൾ വയനാട്ടിൽ അവൈലബിൾ ആണോ? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പുത്തുമല ദുരന്തം കഴിഞ്ഞിട്ട് അതിൽ എത്ര പേരെ നമുക്ക് പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി, അതൊരു ചോദ്യമാണ്. ഇനി പുത്തുമലയിൽ ഇനിയും അക്കോമഡേറ്റ് ചെയ്യാൻ ആൾക്കാർ ബാക്കിയുണ്ടോ?